ഫൗണ്ടേഷൻ ജൂൺ 24 എക്സാംസിലേക്കുള്ള RTP ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു RTP ഡിസ്കഷൻ എന്നുള്ളത് മാത്രമല്ല, RTPയിൽ നമ്മൾ ഇന്നത്തെ സെഷനിൽ കോൺട്രാക്റ്റ് ആക്റ്റിൽ ഒരു റിവിഷൻ പോലെ പ്രൊവിഷൻസ് എന്താണ് പറയുന്നത്, അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള എവറിത്തിങ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓവർ ഹിയർ. ആൻഡ് ഇതിൻ്റെ ബേസിസിൽ ഇഫ് റിക്വയർമെൻറ്റ് ഫെൽറ്റ് ആണെങ്കിൽ, ഇഫ് യു ഫീൽ ലൈക്ക് ഓക്കെ ഇതിൻ്റെ ബാക്കിയുള്ള സീരീസ് കൂടി നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, ബാക്കിയുള്ള ആക്റ്റുകൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അക്കോർഡിംഗ്ലി ബാക്കിയുള്ള പോർഷൻസും അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. RTP എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് പൊതുവെ എക്സാംസിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറയാറ് കഴിഞ്ഞ 3 അറ്റംപ്റ്റ് RTP ചെയ്യണം എന്നാണ്. പക്ഷേ ഈ പ്രാവശ്യം ഇപ്പോൾ ന്യൂ സിലബസിൽ ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് റിസോഴ്സസ് നമുക്ക് ലിമിറ്റഡ് ആണ്. ഇൻ ദ സെൻസ് കോൺട്രാക്ട് ആക്റ്റൊക്കെ നമുക്ക് പണ്ടുണ്ടായിരുന്നു, ചില ടോപ്പിക്സ് നമുക്ക് CA ഫൗണ്ടേഷൻ ആദ്യത്തെ ആഡ് ആയതുകൊണ്ട് നമുക്ക് പ്രീവിയസ് 3 RTP ഒന്നും അവൈലബിൾ ആവില്ല അൺലെസ് ഇൻ്ററിലെ RTP കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ ഓക്കെ, സോ ലെറ്റ്സ് പ്രൊസീഡ്. സ്റ്റാർട്ടിങ് തന്നെ കോൺട്രാക്ട് ആക്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ Mr. Parth applied for the job as a principal of a school. The school management decided to appoint him. One of the member of the school management committee privately informed Mr. Parth that he was appointed. ഇയാൾ സ്കൂളിൽ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ അയാൾ ലൈക്ക് ഒരു ഓഫർ കൊടുത്തു. ഇൻ റിട്ടേൺ സ്കൂൾ മാനേജ്മെൻറ്റിൽ ഒരാൾ പ്രൈവറ്റ്ലി ഇൻഫോം ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇയാൾ അപ്പോയിൻറ്റഡ് ആയി. ബട്ട് no official communication was given by the school. Later the management decided to appoint someone else as a principal. Mr. Parth filed a suit against the school for the cancellation of his appointment and claimed damages for loss of salary. State with reasons whether Mr. Parth would be successful in his suit. സംഭവിച്ചെന്താ, ഇയാൾ പ്രിൻസിപ്പളിൻ്റെ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. സ്കൂൾ മാനേജ്മെൻറ്റിലെ ഒരാൾ പ്രൈവറ്റ്ലി അറിയിച്ചു, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അല്ല. അപ്പോൾ ഇവിടെ ഫുള്ള് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് ഇയാൾ ഓഫർ കൊടുത്തു, ഇവർ ആക്സെപ്റ്റൻസ് വന്നു എന്നാണ് ഇയാളുടെ വാദം. എന്നിട്ട് അവർ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തു, വേറെ ആൾ അപ്പോയിൻറ്റ് ചെയ്തു, അതുകൊണ്ട് എനിക്കുണ്ടായ ലോസിന് ഡാമേജ് തരണം എന്നാണ് ക്ലെയിം ചെയ്യണം. ഇവിടെ ആക്ച്വലി കോൺട്രാക്റ്റ് ഫോം ആയോ, ആക്സെപ്റ്റൻസ് വാലിഡ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് ആക്സെപ്റ്റൻസിൽ പറയുന്നുണ്ട് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ആ കമ്മ്യൂണിക്കേഷൻ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? ഒന്നെങ്കിൽ ഓഫറി ഹിംസെൽഫ്, ആർക്കാണോ നിങ്ങൾ ഓഫർ കൊടുത്ത് അവരുടെ സൈഡിൽ നിന്ന് ആക്സെപ്റ്റൻസ് വരണം. അല്ലെങ്കിൽ ഓഫറി ഓതറൈസ് ചെയ്ത ഒരു ഏജൻറ്റിൻ്റെ അടുത്തുനിന്ന് ആക്സെപ്റ്റൻസ് വരണം. എന്നാൽ മാത്രമേ ആക്സെപ്റ്റൻസ് വാലിഡ് ആവുള്ളൂ. ഈ പെർട്ടിക്കുലർ കേസിൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ആക്സെപ്റ്റൻസ് ഒന്നും വന്നിട്ടുമില്ല. ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പേഴ്സൺ അയാൾ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ല കൊടുത്തത്, അയാൾ ഓതറൈസ് ചെയ്തിട്ടില്ലെന്നും. അതുകൊണ്ട് തന്നെ ഈ ആക്സെപ്റ്റൻസ് ഇൻവാലിഡ് ആണ്. ഇവിടെ കോൺട്രാക്റ്റ് ഫോം ആയിട്ടില്ല. നിങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, ഡാമേജ് കിട്ടൂല. സോ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് ആക്സെപ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് പോയിന്റ് ഉള്ളത്. ആസ് പെർ ദി റൂൾസ് ഓഫ് acceptance must be communicated to the offerer by ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഒന്നുകിൽ ഓഫറി ഹിംസെൽഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഏജൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതാണ് നമ്മളിവിടുത്തെ മെയിൻ പോയിന്റ്സ്. ആക്സെപ്റ്റൻസ് വാലിഡ് ആവണമെങ്കിൽ, നമ്മുടെ ടോപ്പിക് ആക്സെപ്റ്റൻസ് വാലിഡ് ആവണമെങ്കിൽ ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഓഫറി ഹിംസെൽഫ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഏജൻറ്റ്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ബൈ തേർഡ് പേഴ്സൺ cannot be concluded as valid acceptance. നൗ ഇങ്ങനെയൊന്നും ഈ cannot be concluded as a valid acceptance അങ്ങനെയൊന്നും നിങ്ങൾ എക്സാമിന് എഴുതണം എന്നുള്ള കമ്പൽസറി അല്ല. കീവേഡ്സ്, ടോപ്പിക് എന്താണെന്നുള്ള ഫോക്കസ് ചെയ്യുക. ആക്സെപ്റ്റൻസിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് വാലിഡ് ആവണമെങ്കിൽ ഈ 2 പേഴ്സൺസ് മെൻഷൻ ചെയ്യുക. ഓഫറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഓതറൈസ്ഡ് ഏജൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. തേർഡ് പേഴ്സൺസ്, കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ബൈ തേർഡ് പേഴ്സൺസ് ഈസ് നോട്ട് എ വാലിഡ് ആക്സെപ്റ്റൻസ് എന്ന് എഴുതിയാലും മോർ ദാൻ സഫീഷ്യൻ്റ് ആണ്. അതാണ് നമ്മുടെ മെയിൻ പോയിന്റ് അവിടെ. ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസ്, ഇനി ഇത് ഫുള്ള് ഫാക്റ്റാണ്. അപ്പോൾ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യണം? ഓൾവേസ് അഡ്വൈസബിൾ പ്രൊവിഷൻ എഴുതുക ഫസ്റ്റ് തന്നെ. അതാണ് ഇപ്പോൾ ഈ ഫസ്റ്റ് പാരഗ്രാഫ് പ്രൊവിഷൻ. പിന്നെ ഫാക്റ്റ് എഴുതുക. ആൻഡ് ദെൻ അനാലിസിസ് കൺക്ലൂഷൻ. ഈ പ്രൊവിഷൻ നയം എന്താ പറയണമെന്നുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആക്സെപ്റ്റൻസ് വാലിഡ് ആവോ ഇൻവാലിഡ് ആവോ, ഇയാൾ കേസ് ഫയൽ ചെയ്ത് ജയിക്കും, അതിനെപ്പറ്റി ഒരു അക്ഷരം ഉണ്ടില്ല. അത് നമ്മൾ ലാസ്റ്റിലാണ് പറയാം. പ്രൊവിഷൻ ആദ്യം, നയം എന്താ പറയണമെന്നുള്ളത്. പിന്നെ ഫാക്ട്സിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണോ തന്നിട്ടുള്ളത് അതേ ഡാറ്റ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഇത് ഈ നിങ്ങൾക്ക് എക്സാം ഹോളിൽ ടൈമില്ല തോന്നുകയാണെങ്കിൽ, പേപ്പർ ലെങ്തി ആണെങ്കിൽ ഈ പാരഗ്രാഫ് സ്കിപ്പ് ചെയ്യാനും പറ്റും. കാരണം അതിൽ നിങ്ങളെ വക ഒരു വാല്യൂ അഡീഷനും നിങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ
അനാലിസിസ് പാർട്ടും കൺക്ലൂഷനും. ഓൺ ദി ബേസിസ് ഓഫ് ദി അബവ് പ്രൊവിഷൻസ്, communication of appointment of path should be made by the school management committee or by the authorized agent. Communication by third person cannot be termed as communication of acceptance. ഇത് വാലിഡ് അല്ല. അപ്പോൾ അത് അനാലിസിസും കൺക്ലൂഷനും നമ്മൾ ഇനി ലാസ്റ്റ് കൺക്ലൂഷൻ എടുക്കുകയാണ്. Therefore no valid contract was formed between ഈ പേഴ്സണും സ്കൂളും and path cannot file a suit against the school for the cancellation of appointment. That was the first question. Valid acceptance and essential elements ബേസ് ചെയ്തിട്ടായിരുന്നു. Second one, Sarthak is employed as a cashier on a monthly salary of rupees 50,000 by ABC Bank for a period of 3 years. Mohit gave a security for Sarthak's good conduct. അപ്പോൾ ഇത് ഗ്യാരണ്ടീൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ABC ബാങ്ക് ജോബ് കൊടുത്തു സാർത്ഥക്കിന്, മോഹിത് ഗ്യാരണ്ടി തന്നു. അപ്പോൾ ABC ബാങ്ക് ക്രെഡിറ്റർ, സാർത്ഥക് പ്രിൻസിപ്പൽ ഡെറ്റർ, ഇവർ ഷുവർട്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടർ. ഇയാളെ ഗുഡ് കണ്ടക്റ്റിന്, അയാൾ കാരണം നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല, അയാൾ കാരണം നഷ്ടമായി ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് മോഹിത് ഗ്യാരണ്ടി തന്നു. ആഫ്റ്റർ 9 months the financial position of the bank deteriorates. ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ വീക്കായി. സാർത്ഥക് എഗ്രീസ് ടു ആക്സെപ്റ്റ് എ ലോവർ സാലറി 40,000. ഇവർ ആദ്യം എഗ്രി ചെയ്തത് 50,000 ആയിരുന്നു സാലറി, പിന്നെ 40,000 വർക്ക് ചെയ്യാമെന്ന് സാർത്ഥക് എഗ്രി ചെയ്തു from the bank. 2 months later it was found that Sarthak had misappropriated cash from the time of his appointment. അടിപൊളി, നല്ല എംപ്ലോയി, വെറുതെ അല്ല ചങ്ങായി ലോവർ സാലറിക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. അതായത് ഇയാൾ ജോയിൻ ചെയ്ത സമയം തൊട്ടേ ആദ്യം ഒരു 9 monthsോളം ഇയാൾ ജോയിൻ ചെയ്തിട്ട് വർക്ക് ചെയ്ത്, എന്നിട്ട് 9 months ആയപ്പോൾ ഫിനാൻഷ്യൽ കണ്ടീഷൻ വീക്ക് ആയപ്പോൾ 50,000 ഉള്ളത് ഞാൻ 40,000 വർക്ക് ചെയ്യുക എന്ന് ഇയാൾ എഗ്രീം ചെയ്ത്. പിന്നീട് 2 മാസം കഴിഞ്ഞപ്പോഴാണ് തെളിയിക്കപ്പെടുന്നത് ഇയാൾ ജോയിൻ ചെയ്ത സമയം തൊട്ടേ ഫണ്ട് മുക്കുന്നുണ്ടായിരുന്നു ബാങ്കിൽ നിന്നുള്ളത്. വെറുതല്ല ബാങ്കിൻ്റെ കണ്ടീഷൻ വീക്കായതും, വെറുതല്ല ഇയാൾ ലോവർ സാലറിക്ക് വർക്ക് ചെയ്യുക, ഭയങ്കര കമ്മിറ്റഡ് എംപ്ലോയി, ഞാൻ കുഴപ്പമില്ല മുതലാളി നമ്മൾ ചെറിയ അമൗണ്ടിന് വർക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇയാൾ അവിടെ നിന്ന് അപ്പുറത്ത് പൈസ അങ്ങനെ മുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ ലയബിലിറ്റി ഓഫ് മോഹിത് ടേക്കിംഗ് ഇൻടു അക്കൗണ്ട് ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്? സി, നോർമലി ഒരാളെ ലോസ് കാരണം, ഒരാളെ കണ്ടക്ട് കാരണം നിങ്ങൾക്ക് ലോസ് ഉണ്ടായാൽ കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ഷുവർട്ടി ലയബിൾ ആവേണ്ടതാണ്. പക്ഷേ ഇവിടെയുള്ള മെയിൻ ഫാക്ടർ, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ എന്തായിരുന്നോ ടേംസിൽ പറഞ്ഞിരുന്നത് 50,000 സാലറി എന്നായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത്. ആ ടേംസിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ എന്ത് ചേഞ്ച് വരുത്തുകയാണെങ്കിലും, ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണ്, ചേഞ്ച് വരുത്തുകയാണ്, അതിൽ ഷുവർട്ടിയുടെ കൺസെൻറ്റ് വേണം എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് റൂളാണ്. ഷുവർട്ടിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ നിങ്ങൾ ടേംസിൽ എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാലും ഷുവർട്ടി ഡിസ്ചാർജ് ആവും എന്നാണ് കോൺട്രാക്ട് ആക്ട് പറയുന്നത്. നമ്മൾ 3 പേരും കൂടി അല്ല കോൺട്രാക്ട് സ്റ്റാർട്ടിങ്ങിൽ എൻ്റർ ചെയ്തത്. ഫ്യൂച്ചറിൽ എന്ത് മാറ്റം വരുത്തണമെങ്കിലും ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെറ്ററിന് മാത്രം മാറ്റം വരുത്താൻ പറ്റില്ല, ഷുവർട്ടിൻ്റെ സമ്മതം വേണം. ഷുവർട്ടിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ മാറ്റം വരുത്തിയതുകൊണ്ട് തന്നെ ഷുവർട്ടി ഡിസ്ചാർജ് ആവും. നോർമലി എന്താ പറയുക, മാറ്റം വന്ന് കഴിഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻസിനാണ് ഡിസ്ചാർജ് ആവുക. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ മാറ്റം വരുത്തി കഴിഞ്ഞിട്ടാണ് ഫുള്ള് തെളിയിക്കപ്പെടുന്നത്. ഫസ്റ്റ് ഡേറ്റ് മുതലേ ഇയാൾ മിസ്അപ്രോപ്രിയേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഹി വാസ് നോട്ട് അവെയർ. ലെറ്റ്സ് സീ. അക്കോർഡിംഗ് ടു സെക്ഷൻ 133, സെക്ഷൻ എഴുതൽ കമ്പൽസറി അല്ല ഫൗണ്ടേഷൻ ലെവലിൽ. സോ സെക്ഷൻ അല്ലെങ്കിൽ ആസ് പെർ 11 പ്രൊവിഷൻസ് എഴുതിയാൽ മതി. വേർ ദർ ഇസ് എ വേരിയൻസ് in the terms of contract between principal, debtor and creditor without the surety's consent, it would discharge the surety in respect of all transactions taking place subsequent such variance. വേരിയേഷൻ വരുത്തി കഴിഞ്ഞിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും ഷുവർട്ടി ഡിസ്ചാർജ് ആവും എന്നാണ് നിയമം പറയുന്നത്. ഇൻ ദി ഇൻസ്റ്റന്റ് കേസ് ക്രെഡിറ്റർ ഹാസ് മെയ്ഡ് എ വേരിയൻസ് വിത്തൗട്ട് കൺസെന്റ് ഓഫ് ഷുവർട്ടി, ദ ഷുവർട്ടി ഇസ് ഡിസ്ചാർജ് ആസ് എ ട്രാൻസാക്ഷൻ സബ്സിക്വന്റ് ടു ദ ചേഞ്ച്. ഇവിടെ കാര്യമായിട്ട് ഈ പാരഗ്രാഫിനാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെ. അപ്പോൾ ഈ കേസിലും അങ്ങനെ തന്നെ നടന്നിട്ടുള്ളത് മെൻഷൻ ചെയ്യണം. ഹെൻസ് മോഹിത് ഇസ് ലയബിൾ ആസ് ഷുവർട്ടി ഫോർ ദ ലോസ് സഫർഡ് ബൈ ദി ബാങ്ക് ഡ്യൂ ടു മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 9 months ബട്ട് നോട്ട് ഫോർ മിസ്അപ്രോപ്രിയേഷൻ കമ്മിറ്റഡ് ആഫ്റ്റർ ദ റിഡക്ഷൻ ഓഫ് സാലറി. ആദ്യത്തെ 9 months വേരിയേഷൻ ഇല്ലാത്ത പീരീഡിലുള്ളതാണ്. ആ സമയത്ത് വാട്ട് എവർ ലോസ് സംഭവിച്ചോ അതിന് മോഹിത് ലയബിൾ ആവും. 9 months കഴിഞ്ഞപ്പോൾ സാലറിയിൽ മാറ്റം വന്നു, 50K ഉള്ളത് 20K ആയി. ഇനി ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസിന് ഞാൻ ലയബിൾ ആവില്ല, എൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ മാറ്റം വരുത്തിയുണ്ട്. ഈ പാരഗ്രാഫിൽ ഈ ആൻസറിൽ അവർ ആസ് സച്ച് ഫാക്ട് എന്താണെന്നുള്ളത് എംപ്ലോയ് ചെയ്തു, അയാൾ എങ്ങനെ വർക്ക് ചെയ്തു, ഡിറ്റോറേറ്റ് ആയി കണ്ടീഷൻ, അതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. നേരെ പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ എന്നുള്ളതാണ് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതും അഡ്വൈസബിൾ മെത്തേഡാണ്. പിന്നെ രാഹുൽ വാസ് എ DJ at a 5-star hotel. As per the contract, he is supposed to perform every weekend, twice a week. Rahul will be paid 2,500 per day. അപ്പോൾ ഒരു കണ്ടിന്യൂസ് കോൺട്രാക്റ്റാണ്. ഞാൻ എൻ്റെ ഹോട്ടലിൽ DJ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യാണ്. എല്ലാ വീക്കെൻഡിലും, അതായത് ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഓരോ ദിവസം പെർഫോമൻസിനും 2,500 എമൗണ്ട് പേയ്മെൻറ്റ് തരും. ഓരോ വീക്കെൻഡിൽ ഇതേമാതിരി ഇങ്ങനെ നിങ്ങൾ വന്നിട്ട് വർക്ക് ചെയ്യണം, 2,500 തരാം. However, after a month, Rahul
willfully absents himself from performance, taking into account the provisions of the Indian Contract Act, answer the following. ഇവിടെ promisee refuses to perform. അപ്പോൾ ഇൻ ദാറ്റ് കേസ് വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ളത് നമ്മളെ യൂണിറ്റ് 4 പെർഫോമൻസ് കോൺട്രാക്ട് എന്നുള്ള ടോപ്പിക്കിൽ എന്നുള്ള യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡസ് ദി ഹോട്ടൽ ഹാവ് ദ റൈറ്റ് ടു എൻഡ് ദി കോൺട്രാക്ട്? യെസ്. സാധാരണ കേസിൽ ഇപ്പോൾ ഒരാൾ കോൺട്രാക്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ, പ്രോമിസർ റിഫ്യൂസസ് ടു പെർഫോം ചെയ്തില്ലെങ്കിൽ പ്രോമിസിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ അയാൾക്ക് കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിക്കാം. 2 ഓപ്ഷൻസ് ഉണ്ട്, കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇയാൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ? യെസ്, ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് ഈ ഏരിയയാണ് ചോദിച്ചത്. യെസ്, പറ്റും. പിന്നെ if the hotel sends out a mail to Rahul that they are interested to continue the contract and Rahul accepts, can the hotel resign the contract after a month on this ground? നിയമത്തിൽ ക്ലിയർലി പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ, അതായത് ഇപ്പോൾ അസ്യൂം നിങ്ങൾ ആദ്യത്തെ വീക്കെൻഡ് 2 ദിവസം വർക്ക് ചെയ്തു, പിന്നെ രണ്ടാമത്തെ വീക്കെൻഡിൽ നിങ്ങൾ ആബ്സെൻ്റ് ആയി, അതോടുകൂടി എനിക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം ഓർ എനിക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നീട് ഫ്യൂച്ചറിൽ ഈ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ആ 3ാമത്തെ പെർഫോം ചെയ്യേണ്ട ദിവസം പെർഫോം ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ഇടുകയാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പേരും പറഞ്ഞിട്ട് ഫ്യൂച്ചറിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പോസിബിൾ അല്ല. ഇത് എൻ്റെ ആളെ റൈറ്റ് ഉണ്ട്. യെസ്. ഇൻ വിച്ച് ഓഫ് ദി കേസ് termination of contract or continuance can the hotel claim the damages that it has suffered from the result of breach? അപ്പോൾ ഇവിടെ പറയണത് വെച്ചാൽ ഇനി ഈ നിയമം പറയണത്, ഇനി അഥവാ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചാലും ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചാലും നിങ്ങൾ ആ ബ്രീച്ച് ചെയ്ത ഡേൻ്റെ ആ ലോസ് ഉണ്ടല്ലോ, ആ ലോസ് എനിക്ക് ഈ 2 കേസിലും ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഡാമേജ് എനിക്ക് ഇപ്പോൾ അന്ന് നിങ്ങൾ പെർഫോം ചെയ്യാത്തത് കാരണം എനിക്കുണ്ടായ നഷ്ടം അതെനിക്ക് ക്ലെയിം ചെയ്യാം. അത് ഞാൻ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാലും കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചാലും ആ റെമഡി എനിക്ക് അവൈലബിൾ ആണ്. ആ 2ലും അവൈലബിൾ ആണ്. സോ ഇത്രയും പ്രൊവിഷൻസ് ആണ് ഇതിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ലെറ്റ്സ് സേ ഇതോടുകൂടി ആ ടോപ്പിക് തന്നെ ഫുള്ള് തീർന്നു കേട്ടോ. ആ ടോപ്പിക്കിൽ ഇത്രയും പറയുന്നുള്ളായിരുന്നു, റിഫ്യൂസൽ ബൈ പ്രോമിസർ ടു പെർഫോം എന്നുള്ളത്. സോ it is understood that a party to the contract has refused to perform or disabled himself from performing the promise entirely. The following 2 rights are available to aggrieved party. Aggrieved party അല്ല promisee. ഒന്നുകിൽ ടെർമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ വില്ലിംഗ് ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുക, അറിയിക്കുക. അത് അയാളെ കണ്ടക്റ്റിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ വേർഡ്സിലൂടെ. ഒന്നുകിൽ ഞാൻ നിങ്ങളെ വിളിച്ച് പറയണം ഞാൻ നിങ്ങളെ സമ്മതിക്കുന്നു, കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 3ാമത്തെ ദിവസം നിങ്ങൾ പെർഫോം ചെയ്തില്ല, 4ാമത്തെ ദിവസം നിങ്ങൾ പെർഫോം ചെയ്യാൻ വന്നപ്പോൾ ഞാൻ നിങ്ങളെ തടഞ്ഞില്ല, എൻ്റെ കണ്ടക്റ്റിലൂടെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇൻ എയ്തർ ഓഫ് ദി 2 കേസസ്, ഈ 2 കേസസിലും നിങ്ങൾക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇൻ ദി ഗിവൺ കേസ്, ഫസ്റ്റ് ചോദിച്ചത് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, ടെർമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് കേസ്, കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ ആ പേരും പറഞ്ഞ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? നോ, പറ്റില്ല. വൺസ് ദ റൈറ്റ് ഇസ് എക്സസൈസ്, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ റൈറ്റ് ഉണ്ട്. ഇറ്റ് കനോട്ട് ബി സബ്സിക്വൻ്റ്ലി റിസൈൻഡ്. റിസൈൻ എന്ന് പറഞ്ഞാൽ ക്യാൻസൽ, സ്റ്റോപ്പ്, അത് ചെയ്യാൻ പറ്റില്ല. ഇൻ ബോത്ത് ദി കേസസ് പ്രോമിസിക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വാസ് റിഗാർഡിംഗ് ദാറ്റ് പ്രൊവിഷൻ. ആൻഡ് ഇതൊക്കെ പോപ്പുലർ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇതൊക്കെ ഒരുപാട് വട്ടം എക്സാമിന് മുന്നേ വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് ഷുവർട്ടി ഗ്യാരണ്ടി നിന്നു എന്നുള്ളത് ഇൻ്ററിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം പണ്ട് ഗ്യാരണ്ടി എന്നുള്ളത് ഇൻ്റർമീഡിയറ്റിലുള്ള ടോപ്പിക്കായിരുന്നു. അപ്പോൾ അതും വന്നിട്ടുണ്ട്. പോപ്പുലർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ സാധനം പോപ്പുലറാണ്. ഇപ്രാവശ്യത്തെ RTPയിൽ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്, വിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടാണ്. എക്സാമിൻ വെദർ ദി ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ്. ഫോളോയിങ് കാര്യങ്ങൾ നമ്മൾ ബെയിൽമെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. ബെയിൽമെൻ്റ് എന്താ സംഭവിക്കുക? ബെയിലറിൻ്റെ അടുത്ത് നിന്ന് ബെയിലിൻ്റെ അടുത്തേക്ക് ഗുഡ്സിൻ്റെ പൊസഷൻ ട്രാൻസ്ഫേർഡ് ആവുകയാണ് ഫോർ എ പെർട്ടിക്കുലർ പേർപ്പസ് ഓർ ഫോർ എ ടൈം പീരിയഡ്. ആ പേർപ്പസ് അല്ലെങ്കിൽ ടൈം കഴിഞ്ഞാൽ ബെയിലർക്ക് സാധനം തിരിച്ചു കൊടുക്കും. വികാസ് പാർക്സ് ഹിസ് കാർ അറ്റ് എ പാർക്കിംഗ് ലോട്ട്, ലോക്സ് ഇറ്റ്, കീപ്സ് ദ കീ വിത്ത് ഹിംസെൽഫ്. ഇത് ബെയിൽമെൻ്റ് ആവുമോ? ഇയാളെ കാറ്, ബെയിലറിൻ്റെ കാറ് ബെയിലിയുടെ പാർക്കിംഗ് ലോട്ടിൽ കാറ് പാർക്ക് ചെയ്തിട്ട് പോയി, ഞാൻ ചാവി എൻ്റെ കയ്യിൽ വെച്ചു. ഇത് നോർമലി ബെയിൽമെൻ്റ് അല്ല. ബിക്കോസ് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കസ്റ്റഡിയും പൊസഷനും. കാറിൻ്റെ പൊസഷൻ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരണം. പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന കാറിൻ്റെ കൺട്രോളിങ് ഫാക്ടറായ ചാവി നിങ്ങൾക്ക് കിട്ടണം, എന്നാൽ മാത്രമേ ബെയിൽമെൻ്റ് ആവുള്ളൂ. ജസ്റ്റ് കാറ് ഞാൻ നിങ്ങളെ പാർക്കിംഗ് ലോട്ട് കൊടുത്തിട്ട് ലോക്ക് ചെയ്തിട്ട് ചാവി എൻ്റെ കയ്യിൽ വെച്ചു, നിങ്ങൾക്ക് കസ്റ്റഡി മാത്രമേ കിട്ടിയിട്ടുള്ളൂ, പൊസഷൻ കിട്ടിയിട്ടില്ല. ഇത് ബെയിൽമെൻ്റ് അല്ല. ഇഫ് ഇതേ ക്വസ്റ്റൻ അവർ ചോദിക്കുകയാണ്, ഷോപ്പിംഗ് മോളിൽ പാർക്കിംഗ് ലോട്ടിൽ കാർ പാർക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് ചാവി എടുത്ത് പോയി, ബെയിൽമെൻ്റ് ആണോ? ഇങ്ങനെ ഈ പേഴ്സൺ ഒരാൾ പാർക്ക് ചെയ്തിട്ട് പോയി, ബെയിൽമെൻ്റ് ആണോ? അവിടെ ഒന്നും ബെയിൽമെൻറ്റ് സംഭവിക്കുന്നില്ല.
ഓർ പക്ഷേ അവർ ചോദിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ നിങ്ങൾ പോയി ഒരു ഹോട്ടലിൽ പോയപ്പോൾ വാലറ്റ് പാർക്കിംഗ് അവിടുത്തെ എംപ്ലോയി നിങ്ങൾ കാറ് പോയി അതിൻ്റെ റിസപ്ഷൻ്റെ അവിടെ മെയിൻ ഫ്രണ്ട് എൻട്രൻസിൽ സ്റ്റോപ്പ് ചെയ്തപ്പോൾ അവിടുത്തെ എംപ്ലോയി വന്നിട്ട് നിങ്ങളെ കാറ് പാർക്ക് ചെയ്യാൻ കൊണ്ടുപോയി. ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് ബെയിൽമെൻറ്റ്, കാരണം അവർക്ക് ചാവി അടക്കം പോയിട്ടുണ്ട്. സോ ഇങ്ങനെ കുറച്ച് പോപ്പുലർ ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. സീസർ ഓഫ് ഗുഡ്സ് ബൈ കസ്റ്റംസ് അതോറിറ്റി, നിങ്ങൾ ഗുഡ്സ് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി അടക്കാത്തത് കാരണം കസ്റ്റംസ് അതോറിറ്റി നിങ്ങളെ ഗുഡ്സ് സീസ് ചെയ്തു, അത് ബെയിൽമെൻ്റ് ആണ്, കാരണം അവിടെ പൊസഷൻ ട്രാൻസ്ഫേർഡ് ആയിട്ടുണ്ട്. സോ ദാറ്റ് വാസ് റിഗാർഡിംഗ് ബെയിൽമെൻറ്റിലെ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 5. ബെയിൽമെൻറ്റ് ഇസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ, അയാൾ നമ്മൾ ബെയിലർ എന്ന് വിളിക്കും, ടു അനദർ പേഴ്സൺ ബെയിലി എന്ന് വിളിക്കും, ഫോർ സം പർപ്പസ് അപ്പോൺ ദി കോൺട്രാക്ട് ദാറ്റ് ദ ഗുഡ്സ് ഷാൽ വെൻ ദി പർപ്പസ് ഇസ് അക്കംപ്ലിഷ്ഡ് ബി റിട്ടേൺഡ് ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻസ് ഓഫ് ദി പേഴ്സൺ ഡെലിവറിംഗ് ദം. ബെയിലറുടെ ഡയറക്ഷൻ പ്രകാരം ഡിസ്പോസ് ചെയ്യും, അല്ലെങ്കിൽ ഗുഡ്സ് നിങ്ങൾ ബെയിലർക്ക് തിരിച്ചു കൊടുക്കും. നിങ്ങളുടെ പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഡെലിവറി ഓഫ് ഗുഡ്സിനാണ് നമ്മൾ ബെയിൽമെൻറ്റ് എന്ന് പറയാം. ഫോർ എ ബെയിൽമെൻറ്റ് ടു എക്സിസ്റ്റ് ദ ബെയിലർ മസ്റ്റ് ഗീവ് ദി പൊസഷൻ കൊടുക്കൽ കമ്പൽസറി ആണ് ടു ദി ബെയിലി ആൻഡ് ദ ബെയിലി മസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ ആദ്യത്തെ കേസിൽ കാറ് പാർക്ക് ചെയ്ത് പോയി, അവിടെ ജസ്റ്റ് കസ്റ്റഡി, ഇതൊക്കെ കീ വേർഡ് ആട്ടോ, അത് ബെയിൽമെൻ്റ് അല്ല, കാരണം പൊസഷൻ ട്രാൻസ്ഫേർഡ് ആയിട്ടില്ല, കസ്റ്റഡി മാത്രമേ ട്രാൻസ്ഫേർഡ് ആയിട്ടുള്ളൂ. കാറിൻ്റെ ചാവി ബെയിലറിൻ്റെ കയ്യിലായതുകൊണ്ട്, കൊടുത്ത ആളെ കയ്യിൽ തന്നെ ആയതുകൊണ്ട് അത് ബെയിൽമെൻ്റ് അല്ല. അപ്പോൾ സെക്കൻഡ് വൺ, സീസർ ഓഫ് ഗുഡ്സ് ബൈ കസ്റ്റംസ് അതോറിറ്റി, യെസ് അവിടെ പൊസഷൻ ട്രാൻസ്ഫേർഡ് ആയിട്ടുണ്ട് കസ്റ്റംസ് അതോറിറ്റി, അപ്പോൾ അത് ബെയിൽമെൻ്റ് ആണ്. Sanjay Kodari was a big businessman having 2 sons and 1 married daughter. ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ. He decided to gift his house to daughter. For this purpose he called a lawyer. അപ്പോൾ റിക്വയർമെൻറ്റ് വെദർ ഡോട്ടറിന് ഗിഫ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ. നോർമൽ റൂള് നോ കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു നോ കോൺട്രാക്ട്. ഇതേതാ യൂണിറ്റ് 2 കൺസിഡറേഷനുള്ള ടോപ്പിക്ക്. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്ട് വാലിഡ് ആവില്ല. പക്ഷേ അതിനെക്കുറിച്ച് എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു. നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, പ്രോമിസ് ടു പേ ടൈം ബാർ ഡെറ്റ്, കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസസ്, ഏജൻസി, ബെയിൽമെൻറ്റ്, കംപ്ലീറ്റഡ് ഗിഫ്റ്റ്, ചാരിറ്റി, ഇതൊക്കെ എക്സെപ്ഷൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ ഒരു ഫാദർ ഡോട്ടറിന് ഗിഫ്റ്റായിട്ട് വീട് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി ഫാദറിന് കൺസിഡറേഷൻ ഒന്നുമില്ല. ഇത് വാലിഡ് ആവും, യെസ് വാലിഡ് ആവും. ഇത് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ എന്നുള്ള പോയിന്റിൽ ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആവണം. നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷനിൽ നിയർ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ പിന്നെ നിങ്ങൾ റിട്ടേൺ ആയിട്ട് ചെയ്യണം. അത് നിയമത്തിൽ രജിസ്റ്റേർഡും ആണെങ്കിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. 4 കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ, ഇവിടെ ഗിഫ്റ്റായിട്ട് വീട് കൊടുക്കാൻ തീരുമാനിച്ചു, എന്നിട്ട് ഫാദർ ലോയറിനെ വിളിച്ചു റിട്ടേൺ ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ. ആ കണ്ടീഷൻ വെരി ഗുഡ്. അപ്പോൾ ബാക്കി കണ്ടീഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ഉണ്ടോ, യെസ് ഫാദർ ആൻഡ് ഡോട്ടറാണ്, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ഉണ്ട്. പിന്നെ നിയർ റിലേഷൻ ആണോ, യെസ് നിയർ റിലേഷൻ ഉണ്ട്. റിട്ടേൺ ആണോ, റിട്ടേണിന് വേണ്ടിയിട്ട് ലോയറിനെ വിളിച്ചു, മെയ്ഡ് എ റിട്ടേൺ ഡോക്യുമെൻറ്റ്, അത് ഉണ്ടാക്കുകയും ചെയ്തു. ഇനി ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യാനുള്ളൂ, രജിസ്റ്റേർഡ്. The lawyer advised to get the transfer documents properly registered. Lawyer proper advice കൊടുക്കുകയും ചെയ്തു. When they both were going for the registration of document, oh man, they met with an accident and both of them died. Sad. ചില സമയത്ത് ഐസിൻ്റെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഭയങ്കര സാഡസ്റ്റ് ക്വസ്റ്റ്യൻസ് പറയാം. ഐ മീൻ നമ്മളെ കഥ മുന്നോട്ട് പോകണമെങ്കിൽ മിസ്റ്റർ സഞ്ജയ് മാത്രം തട്ടിപ്പോയാലും മതിയായിരുന്നു. വെറുതെ പാവം വക്കീലിനെയും കൊന്ന്, എന്തിനു കൊന്നും അറിയില്ല. ഐ സി ഓക്കെ. അപ്പോൾ എന്തായാലും പോയി, ഡെത്ത് സംഭവിച്ചു. ലേറ്റർ ഡോട്ടർ ഫൗണ്ട് ദി ഡോക്യുമെൻറ്റ്. ഡോട്ടർ ആക്സിഡൻറ്റ് സ്പോട്ടിലെത്തി, കാറൊക്കെ നോക്കി, കാറിൽ ഡെഡ് ബോഡീസ് എല്ലാം നോക്കണം. ഡോക്യുമെൻറ്റ് കണ്ടുപിടിച്ച് ഡോട്ടറിന് ഡോക്യുമെൻറ്റ് കിട്ടി, ആ വീടായിട്ട് ക്ലെയിം ചെയ്യാനും പോയി. ഓൺ ദി ബേസ് ഓഫ് ദി ഡോക്യുമെൻറ്റ് എക്സ്പ്ലെയിൻ വെദർ ഷീ ക്യാൻ ഗെറ്റ് ദി ഹൗസ് അണ്ടർ ആസ് ഗിഫ്റ്റ് അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. കിട്ടുമെന്നുള്ളത് കിട്ടൂല, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ല. ആൻസർ നമ്പർ 6. ഇത് രജിസ്റ്റേർഡ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പോൾ കോൺട്രാക്ട് ആക്ട് പ്രകാരം എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വാലിഡ് ഇഫ് എക്സ്പ്രസ്ഡ് ഇൻ റൈറ്റിംഗ്, രജിസ്റ്റേർഡ്, പിന്നെ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, നിയർ റിലേഷൻ, എല്ലാ കണ്ടീഷൻസും ഇവിടെ മെൻഷൻ ചെയ്ത്. റിട്ടേൺ ആയിരിക്കണം, രജിസ്റ്റേർഡ് ആയിരിക്കണം, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷനിലൂടെ ആയിരിക്കണം, നിയർ റിലേഷനിലുള്ള ആൾക്കാരായിരിക്കണം. ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് ദ ട്രാൻസ്ഫർ ഡോക്യുമെൻറ്റ് മെയ്ഡ് ബൈ സഞ്ജയ് ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ പാർട്ടീസ് ആൻഡ് ഇൻ റിലേഷൻ ബട്ട് ഈസ് റിട്ടേൺ ബട്ട് നോട്ട് രജിസ്റ്റേർഡ്. ഹെൻസ് ട്രാൻസ്ഫർ ഇസ് നോട്ട് എൻഫോഴ്സിബിൾ, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിലും സാധാരണ ഒരാളെടുത്ത് സംഭവിച്ചാൽ മക്കൾക്കുള്ള തന്നെയല്ല പ്രോപ്പർട്ടി, യെസ് മക്കൾക്കുള്ള തന്നെയാണ് പ്രോപ്പർട്ടി, ലീഗൽ ഹേസിനുള്ളത്. പക്ഷേ ഈ കേസിൽ 2 സണ്ണും ഒരു ഡോട്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അവർ തമ്മിൽ വീടിന് ഡിസ്പ്യൂട്ട് ആയി കഴിഞ്ഞാൽ പ്രശ്നമായി. നേരെ മറിച്ച് രജിസ്റ്റേർഡ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരുന്നെങ്കിൽ ആർക്കും റൈറ്റ് ഉണ്ടാവില്ല, ഡോട്ടറിന് മാത്രമേ റൈറ്റ് ഉണ്ടാവുള്ളൂ. ആയുഷ് എംപ്ലോയർ ഇൻഡ്യൂസ്ഡ് എംപ്ലോയി ബോബി ടു സെൽ 1 room flat ലെസ് ദാൻ ദി മാർക്കറ്റ് വാല്യൂ.
വി ആർ ടോക്കിംഗ് അബൌട്ട് യൂണിറ്റ് 3 അതർ എസെൻഷ്യൽ എലമെൻറ്റ്സിൽ നമ്മളെ ഫ്രീ കൺസെൻറ്റിനെ ബാധിക്കുന്ന സാധനങ്ങൾ. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് നോക്കണം. സ്ട്രോങ്ങർ പാർട്ടി വീക്കർ പാർട്ടി ആണോ, എംപ്ലോയർ എംപ്ലോയി, അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടിയോ, ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസിനാണ് വിൽക്കുന്നത്. മിസ്റ്റർ ബോബി സോൾ എന്തിനാണിത് ചെയ്തത്? നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നിങ്ങളെ ഫ്ലാറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത കോസ്റ്റിനേക്കാൾ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂനേക്കാൾ കുറഞ്ഞ വിലക്ക് വിൽക്കണം പറയാണ്. ഇതിൻ്റെ സിമിലർ ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നേ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. ഒരു സ്കൂൾ ടീച്ചർ സ്റ്റുഡൻറ്റിനോട് നിങ്ങളെ കാറ് ലെസ് ദാൻ മാർക്കറ്റ് വാല്യൂന് വിൽക്കാൻ പറഞ്ഞ് എക്സാംസിൽ നല്ല മാർക്ക് സെക്യൂർ ചെയ്യണമെങ്കിൽ വിൽക്കും ചെയ്തു. എന്നിട്ട് ഫാദർ മോനോട് പറയാണ് കേസ് ഫയൽ ചെയ്യാൻ. കേസ് ഫയൽ ചെയ്താൽ ജയിക്കോ? യെസ് ജയിക്കും. കാരണം അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ എല്ലാ കണ്ടീഷൻസും ഡോമിനൻറ്റ് പൊസിഷനുള്ള പാർട്ടി, സ്ട്രോങ്ങർ പാർട്ടി വീക്കർ പാർട്ടി ഡോമിനൻറ്റ് പൊസിഷനിലാണ്. ആ പൊസിഷൻ യൂസ് ചെയ്തിട്ട് അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടുകയാണ്. അൺഫെയർ അഡ്വാൻറ്റേജ് എന്താ? ലോവർ ദാൻ മാർക്കറ്റ് പ്രൈസിന് കിട്ടുകയാണ്. അപ്പോൾ പാർട്ടീസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. റിലേഷൻഷിപ്പ് റിയൽ ആവാം, അപ്പാരൻ്റ് ആവാം. അപ്പോൾ ഇതൊക്കെ അപ്പാരൻ്റ് റിലേഷൻഷിപ്പാണ്. കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. വിസിബിൾ, അപ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ വിസിബിൾ, കണ്ടാൽ മനസ്സിലാക്കാം അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ എംപ്ലോയിക്ക് മൈൻഡ് മാറ്റി. എന്നിട്ട് എംപ്ലോയറിനെ സ്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. യെസ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ കൂടി വായിച്ചിട്ട് ആൻസർ നോക്കുക. സൂരജ് മനോജിൻ്റെ ഫാമിലി പിക്ചർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോൺട്രാക്റ്റാണ്. ഇയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കോൺട്രാക്ട് വോയിഡ് ആവും. ഇതൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇയാൾ തട്ടിപ്പോയി. എന്നിട്ട് പ്രോമിസറിൻ്റെ പെയിൻറ്ററിൻ്റെ മോനെ നിർബന്ധിച്ചു പെയിൻറ്റ് ചെയ്യാൻ പറ്റൂല. നോർമൽ കോൺട്രാക്ട്സ് ഡെത്തോടു കൂടി ലീഗൽ ഹെയർസ് ലയബിൾ ആവുക ചെയ്യുക. പക്ഷേ പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോൺട്രാക്ട് ഡെത്തോടു കൂടി ടെർമിനേറ്റ് ആവും. 2 എക്സെപ്ഷൻസ് ഉള്ളത്. വേറെ ലീഗൽ ഹെയർ ലയബിൾ ആവില്ല എന്നുള്ളത് യൂണിറ്റ് 4 പെർഫോമൻസിലെ ടോപ്പിക്കാണ്. ഒന്ന് കോൺട്രാക്റ്റിൽ തന്നെ പറയുന്നുണ്ട് ലീഗൽ ഹെയർ ലയബിൾ ആവില്ല. ഇൻ ദാറ്റ് കേസ് ലീഗൽ ഹെയർ ലയബിൾ ആവില്ല. ഓർ എന്താണ് പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോൺട്രാക്ട്, അതും ലീഗൽ ഹെയർ ലയബിൾ ആവില്ല. അൺഫോർച്ചുനേറ്റ്ലി സൂരജ് ഡൈഡ്. യെസ്, സ്വാഭാവികം, കലാകാരെയൊക്കെ കൊല്ലുക, അതാണല്ലോ പതിവ്. അപ്പോൾ തട്ടിപ്പോയി. പിന്നെ ആൻഡ് ഹിസ് അസൈൻമെൻറ്റ് റിമെയിൻഡ് അൺഡൺ. Can Manoj bind legal representative of Suraj for the promise made by Suraj? No. Suppose Mr. Suraj had promised to deliver some photographs to Mr. Manoj on 15th March against payment of 10,000, but he dies before the day. Will representative be bound to deliver the photographs on this situation? പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് അല്ലാതെ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് ഡെലിവർ ചെയ്യാമെന്ന് പറഞ്ഞതാണെങ്കിൽ ആ പേഴ്സണൽ സ്കില്ലൊന്നും ഇൻവോൾവ് അല്ല, ആ ഫോട്ടോ ഡെലിവർ ചെയ്യാൻ പറ്റും. അതല്ല വരച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതാണെങ്കിൽ ലീഗൽ ഹെയർ ലയബിൾ ആവില്ല. ഇനി സാധാരണ കേസിൽ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് പൈസ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിരുന്നു, പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിരുന്നു, പെയിൻറ്റിങ് ചെയ്യാൻ പറ്റിയില്ല. ഇൻ ദാറ്റ് കേസ് കോൺട്രാക്ട് വോയിഡ് ആയാൽ റീസ്റ്റോർ ബെനിഫിറ്റ്സ് എന്നുള്ള നിയമമുണ്ട്. ലീഗൽ ഹെയർ കിട്ടിയ പൈസ തിരിച്ചു കൊടുക്കാൻ ലയബിളാവും. അപ്പോൾ പ്രൊവിഷൻസ് ഒക്കെ കോൺട്രാക്ട് ആക്ട് പ്രകാരം എന്തുണ്ടാവുക. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടിയുള്ളൂ. അപ്പോൾ ലെറ്റ്സ് സീ. ദിസ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7ൽ according to section 16, as per relevant provisions of Contract Act, contract is said to be induced by undue influence where the relations subsisting between parties are such that one party is in a position to dominate the will of the other and he uses the position to obtain an unfair advantage. അപ്പോൾ എന്തൊക്കെയാണ് എസെൻഷ്യൽ എലിമെൻറ്റ്സ്? അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ പാർട്ടീസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരാൾ വേറൊരാൾ ഡോമിനേറ്റ് ചെയ്യാനുള്ള പൊസിഷനിലാണ്. അതായത് ഒരാൾ സ്ട്രോങ്ങർ പാർട്ടിയാണ്, മറ്റേ വീക്കർ പാർട്ടിയാണ്. ആ പൊസിഷൻ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു അൺഫെയർ അഡ്വാൻറ്റേജും കിട്ടി. ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? വോയിഡബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അഗ്രീഡ് പാർട്ടിക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അഗ്രീഡ് പാർട്ടിക്ക്. അപ്പോൾ ഹെൻസ് ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ആയുഷ് ആൻഡ് ബോബി ഈസ് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ബോബി. കാരണം അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ ഉണ്ടായതാണ്, ക്യാൻസൽ ചെയ്യാൻ പറ്റും. കേസ് ഫയൽ ചെയ്ത് ക്യാൻസൽ ചെയ്യാം. പിന്നെ ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട് മസ്റ്റ് എയ്തർ പെർഫോം ഓർ ഓഫർ ടു പെർഫോം ദ റെസ്പെക്റ്റീവ് പ്രോമിസസ് അൺലെസ് സച്ച് പെർഫോമൻസ് ഇസ് ഡിസ്പെൻസ്ഡ് ബൈ എനി പ്രൊവിഷൻ ഓഫ് ലോ, എനി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ഓർ അതർ പ്രൊവിഷൻസ് ഓഫ് ലോ. Promises bind the representatives of the promiser in case of death of such promiser. ഇതൊക്കെ നോർമൽ റൂളാണ് പറയണത്. സാധാരണ കേസിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുഡ്സ് തരാം, അല്ലെങ്കിൽ എൻ്റെ കാറ് തരാമെന്ന് പറഞ്ഞിട്ട് തരാതെ ഡെത്ത് സംഭവിച്ചാൽ എൻ്റെ ലീഗൽ ഹെയർ ലയബിൾ ആവും തരാൻ. അൺലെസ് എ കോൺട്രറി ഇൻറ്റൻഷൻ അപ്പിയേഴ്സ് ഫ്രം ദി കോൺട്രാക്ട്. ഇതാണ് പറഞ്ഞത്. കോൺട്രാക്റ്റിൽ തന്നെ പറയാണ് ഡെത്തോടു കൂടി ലീഗൽ ഹെയർ ലയബിൾ ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ഹെയർ ലയബിൾ ആവില്ല. നോർമൽ റൂൾ ഡെത്ത് സംഭവിച്ചാൽ ലീഗൽ ഹെയർ ലയബിൾ ആവും. അൺലെസ് ഇങ്ങനെ പറയാത്തോടത്തോളം കാലം. എങ്ങനെ പറയാത്തോടത്തോളം കാലം? കോൺട്രറി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. അൺലെസ് എ കോൺട്രറി ഇൻറ്റൻഷൻ, നിയമത്തിൽ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് കോൺട്രാക്റ്റിൽ പറയാത്തോടത്തോളം കാലം. നിയമം പറഞ്ഞത് ലീഗൽ ഹെയർ ലയബിൾ ആവും, കോൺട്രാക്ട് പറയുന്നത് ലീഗൽ ഹെയർ ലയബിൾ ആവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ലീഗൽ ഹെയർ ലയബിൾ ആവില്ല. As per the provisions of Section 40 of Contract Act, if it appears that from the nature of the case that it was the intention of parties of the contract that promise contained in should be performed by promiser himself into move. ഭയങ്കര വലിച്ചു വരെ എഴുതിക്കുക, അങ്ങനെയൊന്നും എഴുതണ്ട.
കോൺട്രാക്റ്റിൽ എവിടെയെങ്കിലും പ്രോമിസർ തന്നെ പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ നേച്ചറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഈ പെയിൻറ്റിങ് എന്നൊക്കെ പേഴ്സൺ സ്കിൽ ഇൻവോൾവ് ആയ കോൺട്രാക്റ്റാണ്, അത് അയാൾ തന്നെ പെർഫോം ചെയ്യണം എന്നുള്ള നേച്ചറിൽ മനസ്സിലാക്കാൻ പറ്റും. സച്ച് പ്രോമിസ് മസ്റ്റ് ബി പെർഫോം ബൈ പ്രോമിസർ. ഇൻ അതർ കേസസ് പ്രോമിസർ ഓർ ഇസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ക്യാൻ എംപ്ലോയ് കോമ്പറ്റൻറ്റ് പേഴ്സൺ. അപ്പോൾ ഇൻ കേസ് സൂരജ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി മനോജിനെ ഏൽപ്പിച്ചു, അത് മിസ്റ്റർ മനോജിന് സൂരജിൻ്റെ ലീഗൽ ഹെയർസിനെ റെസ്പോൺസിബിൾ ആക്കാൻ പറ്റില്ല. സൂരജ് പെയിൻറ്റ് ചെയ്യാം എന്ന് എഗ്രി ചെയ്തു, മനോജിന് ലീഗൽ ഹെയർസിനെ ലയബിൾ ആക്കാൻ പറ്റില്ല സൂരജിൻ്റെ ഡെത്ത് സംഭവിച്ചാൽ. സിൻസ് പെയിൻറ്റിങ് ഇൻവോൾവ്സ് ഇത് പേഴ്സണൽ സ്കില്ലിൻ്റെ വിഷയമാണ്. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഫോട്ടോഗ്രാഫി ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞതാണെങ്കിൽ ലീഗൽ ഹെയർസ് ഫോട്ടോഗ്രാഫി കൊടുക്കാൻ ലയബിളാവും. ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക, ഫോട്ടോ ഒക്കെ എടുത്തു, ഡെലിവറി ചെയ്തിട്ടില്ല, അതിന് മുന്നേ ഡെത്ത് സംഭവിച്ചു, അത് മോൻ കൊണ്ടേ കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഫോട്ടോഗ്രാഫിയും ടു സം എക്സ്റ്റെൻറ്റ് മേ ബി പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ആണ്. പക്ഷേ ഫോട്ടോഗ്രാഫി എടുക്കുക എന്നുള്ളതല്ല പറഞ്ഞത്, അത് ഡെലിവറി ചെയ്യാനാണ് പറഞ്ഞത്. അത് ആർക്കും ചെയ്യാം. പിന്നെ എവിടെ പോയി, കോസി കോൺട്രാക്ട് എന്താണെന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോസി കോൺട്രാക്ട് പാർട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റ് അല്ല, ഓപ്പറേഷൻ ഓഫ് ലോയിലൂടെ ഉണ്ടായതാണ്. അപ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു കോൺട്രാക്ട്, അതുകൊണ്ടാണ് ഇതിന് കോസി കോൺട്രാക്ട് എന്ന് പറഞ്ഞത്. കോൺട്രാക്ട് പോലെയാണ്, കോൺട്രാക്റ്റ് അല്ല. ലോ ഉണ്ടാക്കുന്ന കോൺട്രാക്ട്. കുറേ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നത്, ഫൈൻഡർ ഓഫ് ഗുഡ്സ്, നെസസറി സപ്ലൈ ടു മൈനർ, എസ്റ്റേറ്റിനെ റിക്കവർ ചെയ്യുക, അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവിടെ ഉള്ളൊരു എസെൻഷ്യൽ ഫാക്ടർ ആയിരുന്നു, നോ വൺ ഷുഡ് ബി എൻറിച്ച്ഡ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് അനദർ. വേറൊരാളെ എക്സ്പെൻസിൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവാൻ പാടില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ, എൻ്റെ ഗുഡ്സ് കളഞ്ഞുപോയി, നിങ്ങൾക്കത് കിട്ടി, നിങ്ങളത് എനിക്ക് തിരിച്ച് ഡെലിവറി ചെയ്യാണ്, നിങ്ങൾ അവിടെ ഇൻകർ ചെയ്ത എക്സ്പെൻസ് ഞാൻ മീറ്റ് ചെയ്യാൻ ലയബിളാവും. അപ്പോൾ ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ്. ഇറ്റ് വാസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് റൗണ്ട് റീഡിങ് കൊടുക്കുക. വിത്ത് ദിസ് നമ്മൾ ഈ സീരീസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ ഡിസ്കഷൻ സീരീസ് കഴിഞ്ഞ് എക്സാമിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസും വരും, എക്സ്പെക്റ്റ് ചെയ്യണം. കേസ് സ്റ്റഡിയും വരും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വരും. ഞാൻ ബിസൈഡ്സ് ദിസ് ഞാൻ എൻ്റെ ഒരു ലോൻ്റെ ഡൗട്ട് ക്ലിയറിങ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വോട്ടെവർ എൻ്റെ സ്റ്റുഡൻസും നോൺ സ്റ്റുഡൻസും അവർ ചോദിക്കുന്ന എല്ലാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇഫ് യു ഹാവൻ ജോയിൻഡ് ഇറ്റ്, അതിൻ്റെ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവും. ഈവൻ ഇഫ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിലും ഡെയിലി ബേസിസിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് പഠിക്കുകയാണ്, അക്കൗണ്ട്സ് പഠിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ അതിൽ വരുന്ന ഡൗട്ട്സ് അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അത് റിവിഷൻ പോലെ വർക്ക് ചെയ്യും. ലെറ്റ് മീ നോ കമൻസിൽ ഈ സെഷൻ നിങ്ങൾക്ക് വെദർ ഇറ്റ് വാസ് യൂസ്ഫുൾ ആൻഡ് വെദർ ഇതിൻ്റെ ഫർദർ സെഷൻസ് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത്. കൂടുതൽ ഞാൻ ഫൈനൽ ക്ലാസ്സസ് ആണ് ഫോക്കസ് ചെയ്യാറുള്ളത്. സോ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് റിക്വയർമെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എക്സാം വരെയുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വില്ലിംഗ് ആണ്. ഐ വുഡ് ഡെഫിനറ്റ്ലി ബി ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, ഡു യുവർ ബെസ്റ്റ്. ബൈ.